ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജോജി ജോസഫ് മഠത്തിൽ പറമ്പിൽ. ഇന്ന് ജനുവരി 6 ധനഹ തിരുനാൾ അഥവാ ഈശോ മിശിഹായുടെ പ്രത്യക്ഷീകരണ തിരുനാൾ. ഈ തിരുനാളിനെ പിണ്ടികുത്തി തിരുനാളെന്നും രാക്കുളി തിരുനാളെന്നും പരമ്പരാഗതമായി വിശേഷിപ്പിക്കാറുണ്ട്. ധനഹ തിരുനാൾ തലേദിവസം വൈകിട്ട് വാഴപ്പിണ്ടിയിൽ തിരി തെളിയിച്ചുള്ള ഒരു ആചാരമാണ്. ആയതിനാൽ ഇതിനെ പിണ്ടികുത്തി തിരുനാളെന്നും പുഴയിലോ കുളത്തിലോ കുളിക്കുന്ന ഒരു ആചാരം ഉള്ളതിനാൽ രാക്കുളി തിരുനാളെന്നും പറയാറുണ്ട്. ദീപങ്ങളുടെയും അത് പരത്തുന്ന പ്രകാശത്തിൻ്റെയും തിരുനാളാണ് ധനഹ തിരുനാൾ അഥവാ പിണ്ടികുത്തി തിരുനാൾ. വാഴപ്പിണ്ടി അതിൻ്റെ പുറംപാളികൾ നീക്കി പള്ളിമുറ്റത്തും വീട്ടുമുറ്റത്തും കുത്തി വർണ്ണക്കടലാസ് കൊണ്ടും തെങ്ങോലകൾ കൊണ്ടും അലങ്കരിച്ച് ആണ് ഇത് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ വർണ്ണാഭമാക്കുന്നത്. ഇത് റംസാൻ പ്രാർത്ഥനയോട് ചേർത്താണ് പള്ളികളിൽ ആചരിക്കുന്നതെങ്കിൽ കുടുംബ പ്രാർത്ഥനയോട് ചേർത്താണ് സാധാരണ വീടുകളിൽ ഇത് ആചരിക്കുന്നത്. പള്ളികളിൽ വൈദികൻ തിരിതെളിച്ചും ഭവനങ്ങളിൽ കുടുംബനാഥൻ തിരിതെളിച്ചും എൽപ്പയ്യ എൽപ്പയ്യ എന്ന് ഏറ്റുപറഞ്ഞ് ഗീതം പാടിയാണ് ഈ ദിവസം ആചരിക്കുക. ധനഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം, പ്രകാശം എന്നൊക്കെയാണ്. ഈശോ മിശിഹായുടെ മനുഷ്യത്വത്തിൽ പരിശുദ്ധ ത്രിത്വം പ്രകാശപൂരിതമാകുന്നു എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ അർത്ഥം. മിശിഹായുടെ ജോർദാൻ നദിയിലുള്ള സ്നാപയോഹന്നാനിൽ നിന്നുള്ള മാമോദീസായും അന്ന് അനുഭവിച്ച പ്രത്യക്ഷീകരണവും പിതാവായ ദൈവത്തിൻ്റെ സ്വീകരണവുമാണ് ഇവിടെ ആഘോഷമാക്കുന്നത്. ധനഹ തിരുനാളിൽ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ജലാശയത്തിലിറങ്ങി ആചാരക്കുളി അഥവാ രാക്കുളി പെരുന്നാൾ നടത്തുന്ന ശീലം നമ്മുടെ സീറോ മലബാർ സഭയുടെ ഒരു പാരമ്പര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് സുറിയാനി കത്തോലിക്ക സഭയുടെ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ എന്നത്തെയും ഇന്നിൻ്റെയും പ്രഖ്യാപനമാണ് ധനഹ ആഘോഷം. ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ ഈശോ മിശിഹ സ്നാപയോഹന്നാനിൽ നിന്ന് അനുധാവത്തിൻ്റെ മാംസം സ്വീകരിച്ച പാരമ്പര്യ ആചാര്യത്തെയാണ് ഇത് സൂചിപ്പിച്ചത്. പ്രായോഗികമായി പറഞ്ഞാൽ ലോകത്തിൻ്റെ പ്രകാശമായി പറഞ്ഞ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതും അത് ഉൾക്കൊള്ളുന്നതുമായ അവസരമാണ്. ക്രിസ്തു മഹത്വത്തിൻ്റെ വെളിച്ചം വിശ്വാസികളിലേക്ക് പകരട്ടെ എന്ന് ആശയമാക്കുന്നു. നമ്മുടെ ഹൃദയവും നന്മയുടെ വെളിച്ചത്തിൽ പ്രകാശപൂരിതമാകട്ടെ. പടക്കം പൊട്ടിച്ച് ഒരു പ്രകാശം കണ്ടണഞ്ഞ് ആസ്വദിക്കുന്ന നമ്മൾക്ക് എന്നും തെളിഞ്ഞു നിൽക്കുന്ന യഥാർത്ഥ പ്രകാശത്തെ സ്വീകരിക്കാം, പരത്താം. ധനഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.